നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ നാവുപിഴകളുടെയും ഘോഷയാത്രയാണ്. കവലപ്രസംഗങ്ങളിൽ ആവേശം കയറി എന്തും പറയുന്നവർ പൂച്ച പാല് കുടിക്കുന്നത് പോലെയാണ്. ആരും ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ കണ്ണടയ്ക്കും. എന്നാൽ ദൃശ്യ മാധ്യമങ്ങളും പാർട്ടി പ്രവർത്തകരുടെ ക്യാമറകളുമെല്ലാം പകർത്തുന്നുണ്ട് കാര്യങ്ങൾ. സംസാരിക്കും ഒന്ന് ശ്രദ്ധ വെച്ചോളൂ. മല്ലപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തുറന്ന വാഹനത്തിലെ പ്രചാരണം. മുഖ്യപ്രഭാഷണം അച്ചു ഉമ്മൻ. ഉദ്ഘാടനം തലമുതിർന്ന നേതാവ് PJ കുര്യൻ. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. BJP അധികാരം വരത്തില്ല. അപ്പോൾ അത് കഴിയുമ്പം നമ്മളെ ചതിച്ചിട്ട് പോയ അനിൽ ആന്റണിയെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ട് സ്വന്തം അണികൾ തന്നെ തിരുത്തി. വേണ്ടായേ. ശേഷം മംഗളം പാടി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം തുറന്ന വാഹനത്തിലേക്ക്. ഇനി നമ്മൾ കാസർകോട്ടെ കാഞ്ഞങ്ങാട് അട്ടേങ്ങാനത്തേക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാനല്ല കേരളത്തിനകത്തെ ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് ആർജവത്തോടെ പറയുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പര്യടനം. സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപേ DYFI നേതാവ് പ്രസംഗിച്ച് തകർക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവ് അവരുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾക്ക് തർക്കമില്ല. വടകരയിൽ വന്ന് മത്സരിക്കുകയാണ്. രാഹുൽ വടകരയോ? എന്താ പറഞ്ഞെന്ന് കേട്ടിരിക്കുന്നവർ അമ്പരക്കുമ്പോഴേക്ക് ദാ വരുന്നു അടുത്തത്. ഇവിടെ ഞങ്ങൾ ഒന്നും നടപ്പാക്കില്ല എന്ന ആ പ്രസംഗത്തിന്റെ മാറ്റുള്ളി മുഴങ്ങുമ്പോഴേക്ക് സ്ഥാനാർത്ഥി ഏതായാലും അരങ്ങിലെത്തി. എന്നോട് ഇന്നലെ ഞാൻ കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു 100-100 തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നെ കണ്ടു. അവരെന്നോട് പറയാണ്, മാഷേ ഇപ്പോഴും 333 ആയാലും 340 എത്രയായി 6 ഈ നക്കാപ്പിച്ച ഒരാളും ശ്രദ്ധിച്ചില്ല. തൊഴിലുറപ്പിന് വേണ്ടി ആരും ഒന്നും പറഞ്ഞില്ല. എന്നോട് പറയാൻ കാരണമുണ്ട്, ഞാൻ അത് ഉണ്ടാക്കിയ സംഘടന നേതാവായിരുന്നു, പ്രവർത്തകനായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് ബാധകമാണ് അല്ലേ? ഒരു നാവുപിഴ അപ്രതീക്ഷിതമായൊക്കെ ഈ തത്സമയ പരിപാടിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നാവുപിഴ വന്നു പോകും. ചില പിഴകൾ ആജീവനാന്തം നമുക്കൊരു അപമാനമായിട്ട് കിടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.